ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ നിന്ന് റിട്ടേൺ പോകുന്ന ദിവസമാണ്. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കിടിലൻ മഴയൊക്കെ പെയ്തു. അങ്ങനെ മഴയൊക്കെ പെയ്തപ്പോഴാണ് ഞാൻ ടെറസിലേക്ക് വേഗം വന്ന സമയത്ത് അപ്പോൾ ജസ്റ്റ് പെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ പഴയ ഒരു അലമാര കണ്ടു. ഈ അലമാര ഭയങ്കര നോസ്റ്റുള്ള അലമാരയാണ് കേട്ടോ. പണ്ടത്തെ വീട് മീൻസ് തറവാട്ടിൽ നിൽക്കുന്ന സമയത്തേ ഉള്ള അലമാരയാണ്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനകത്ത് ഇപ്പോൾ എന്തോ പഴയ ക്ലോത്ത്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത്സും ആയിരിക്കും, പക്ഷേ അത് കൊടുക്കാനും താല്പര്യമില്ല. ആ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അത് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മഴയെല്ലാം കണ്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിന് നമുക്ക് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചെമ്മീനുണ്ട്, നല്ല പ്രോൺസ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, മാംഗോ ഉണ്ട്. ഇതെന്താ ക്യാബേജ് പേരിയോ? ചോറ്. ഗൈസ്, രാത്രി ആയ പോലല്ലേ, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ 5:15 PM. 5:45 PM. ഭയങ്കര ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മഴ വരാൻ പോവാണെന്ന് തോന്നണില്ല, മഴ വരാൻ പോവാണ്. എന്താ ടൈമിങ്? ഞാൻ മൊബൈലും പിടിച്ച് വന്നത് മഴ. ഇറ്റ്സ് റെയിനിങ്. നന്നായിട്ട് പെയ്യുക എന്താണെന്നറിയില്ല. ഞാൻ നിങ്ങൾക്ക് പോണത് കൊണ്ട് ഞാൻ സ്വിമ്മിങ് പൂൾ എടുക്കണം ഒരു വീഡിയോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. നമുക്ക് നോക്കാം. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്, ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പൂളല്ല ആദ്യം ഉണ്ടാക്കിയത് പൂളായിട്ടാണെങ്കിലും ഇപ്പോൾ നമ്മളത് ഫിഷ് ടാങ്കായിട്ടാണ് യൂസ് ചെയ്യണം. എന്ത് രസമല്ലേ ഗൈസ്, മഴ പെയ്യാണ്. അതേപോലെ തന്നെ കാണിച്ചു തരാം. കണ്ടോ, കുറേ അമ്പലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഒന്നുമില്ല കേട്ടോ. ഇപ്പം നല്ല മഴയാണ് ഗൈസ്. നാട്ടിൽ വന്ന് മഴ കൊള്ളാൻ നല്ല രസമാണ്. കണ്ടോ, എന്നാലും നമുക്ക് എനിക്കിപ്പോൾ ചീത്ത കേൾക്കും അമ്മയച്ഛനെ കണ്ട. നല്ല ക്ലൈമറ്റ് അല്ലേ? മഴയാണ് കേട്ടോ. മഴ പൊളി വൈബ്. പണ്ട് കുറേ മഴ കൊള്ളാറുണ്ട്, ഇപ്പൊ അങ്ങനെ കൊള്ളാറില്ല. ചായ കുടിക്കാം. സമയമില്ല പോകുമ്പോൾ പാലമുക്കാലിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടേ. ബസ് മസാല വെക്കാം. വെള്ളപ്പ ദിവസമാണ്. അതെ, എവിടെന്നാ എടുക്കേണ്ടത്? സാല ഞാൻ ഹൈറ്റ് കൂടിയതാണോ അമ്മ ഹൈറ്റ് കുറഞ്ഞതാണോ? അമ്മ ഹൈറ്റ് കുറയുന്നുണ്ട്. ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ? അമ്മ നല്ല ഹൈറ്റ് കുറയുന്നുണ്ട്. പാല് വളവ് വരുന്നുണ്ട്. അതെ, അതെയോ? ചെടികളൊക്കെ കുറവാണ്. ഇലച്ചെടികളാവും വലിയ ചെടി വേണ്ട ആളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ കൊല്ലുന്നില്ല. അതിൻ്റെ ചെടിത്തന്നെ അവിടെ നിർക്കും. നമുക്കപ്പോൾ ചെടി എടുക്കാം ഗൈസ്. ചെടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ചെടികൾ അവൈലബിൾ ആണ്. ലൈക്ക് അമ്മ
എല്ലാം നട്ടുപിടിപ്പിക്കും. ഇത് നമ്മളെ കസ്തൂരിയാണ് കേട്ടോ. എന്താ പറയുക, കസ്തൂരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. മഴ ഉണ്ട് ഗൈസ്. കിഡിലെ സ്മെല്ലാണിത്. ഇത് വെച്ചുണ്ടാവുമോന്ന് അറിയില്ല. ഇത് ഉണ്ടാക്കിയാലോ. അമ്മേ ഇവിടെ ഒന്ന് വരൂ. ഇത് കിഡിലെ സ്മെല്ലാ. ഈ കസ്തൂരി ഇതിന്റെ ഒരു പീസ് തന്നെ. അതിന്റെ തയ്യാണ്, അത് വാങ്ങിയതാ. ഈ ബാമ്പു എടുത്തോ, ലക്കി ബാമ്പോ. അത് ഉണ്ടാവോ? എവിടുന്നാ മുറിക്ക? എവിടുന്നാ മുറിക്ക? ഇവിടുന്ന് മുറിക്ക. ഇവിടുന്ന് മുറിക്കാം. ഇത്ര മതിയോ? നല്ല ക്ലൈമറ്റ് അല്ലേ, പോവാൻ തോന്നില്ല. മണ്ണിലേക്ക് രണ്ട് മാമ്പു മതി. ഇത്ര മതി. ഇതെന്താ ചെടി? ആ പൂന്തവണയല്ലേ ഇത്? മതിയേ അമ്മ. 10 മണി വരെ നോക്കിയത് അവിടെ ഉണ്ടാവാൻ പാടാണ്. കുറേ പറിച്ചിട്ട് കാര്യമില്ല. ഇത് ഞാൻ ഡ്രസ്സുകളുടെ ഇടയിൽ കൂടി വെക്കുമ്പോഴത്തേക്കും എന്താവുമെന്നും അറിയില്ല. മതി, ഇങ്ങോട്ട് കയറിക്കോ. ആ വെള്ളത്തിൽ കൂടി നടക്കണ്ട. ഇനി ഒന്നും വേണ്ട പറഞ്ഞില്ലേ? മതിയോ? ആ മതി. ഇത് മഞ്ഞളാ? പ്യുവർ മഞ്ഞൾ. ഞാനൊരു ഷോർട്സിൽ കിട്ടിട്ടുണ്ടായിരുന്നു. പ്യുവർ മഞ്ഞൾ ഇതുണ്ടാവും. നമ്മൾ ഇത്രയും ചെടികൾ എടുത്തുണ്ട് കേട്ടോ. എന്നാ പോരൂ. ഇനി മണമുള്ള ഞാൻ പെട്ടെന്നൊരു ഗാർഡൻ ടൂർ ചെയ്യട്ടെ. മതി. ഇതെന്താ മതി. ഇല്ല, ഇതൊരു നല്ല ചെടി, ഇതൊരു നല്ല ചെടി. നല്ലതല്ലാത്ത ചെടികളൊന്നും ഇല്ല. ഇതുണ്ടോ? ഇതൊക്കെ ടർമറിക്. ഇത് നാച്ചുറൽ ടർമറിക് ആണല്ലോ. എത്ര പേരെടുത്തുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് മുരിങ്ങയായിരുന്നു. ഇപ്പം നമ്മളെ വെട്ടി കോലമാക്കിയിട്ടുണ്ട്. പിന്നെ ആ റൂട്ട് കുറേ ചെടികളുണ്ട് കേട്ടോ. പിന്നെ കാണിപ്പിച്ചല്ല. നമ്മൾ നല്ല ഹായ് റോസ് ചേട്ടാ. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണല്ലേ റോസ്. ഇതെന്താ വെച്ചാൽ ഞങ്ങൾ പണ്ട് ഇവിടെ ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലോൺ ഇത് ഇവിടെയൊക്കെ പകരണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല, വേണ്ടാത്തടത്തുണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ സൈഡിൽ മൊത്തം കംപ്ലീറ്റ് ചെടികളുണ്ട്. കുറേ ചെടികളുണ്ട്. ചെടികളുടെ ഗാർഡൻ ടൂർ ഞാൻ പിന്നെ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചെയ്യാം ഗൈസ്. എന്താണോ, ലക്കി ബാമ്പ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഈ കളർ ചെടി നല്ല രസമുണ്ടല്ലേ കാണാൻ. അടിഭാഗം ഇങ്ങനെ റെഡും ഇതുമായിട്ട് ഇങ്ങനെ നടക്കണമ്പോൾ രസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കസ്തൂരി. ഇപ്പം അങ്ങനെ ഒരു ചെടി. ഇത് ചെമ്പരത്തിയല്ല, സോറി, അത് എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 വീട്ടിലുണ്ട്. 3 വീട്ടിലും ചെടി ഞാൻ കാണിച്ചു തരാം. ചക്കീനും കൂടി ഒന്ന് കാണിച്ചു തരാം. മതിൽ ചവിട്ടല്ലേ, ഞാൻ പോരാ. ഞാൻ ചക്കീനും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. ചക്കീനെ നമ്മൾ കണ്ടിട്ടില്ല, പ്രാവശ്യം വന്നിട്ടെ. ചക്കി ബായ് പോയിട്ട് വരേ. സ്മൈൽ ചക്കി. ചിച്ചോ പോയിട്ട് വരാട്ടാ. വാ, അടുത്തേക്ക് വാ. കുറച്ചുകൂടി എന്നിട്ട് വാ. ആ പോട്ടെ. ബൈ. എനിക്ക് ഇവിടെ നിന്ന് കൂട്ടിൻ്റെ പുറത്തുനിന്നുള്ള ധൈര്യമുള്ളൂ കേട്ടോ. പുറത്തേക്ക് വിട്ടാൽ അതൊന്നും ചെയ്യൂല. ബട്ട് സ്റ്റിൽ എനിക്ക് പേടിയാണ്. അപ്പോൾ ബൈ, നെക്സ്റ്റ് ടൈം കാണാം. ടാറ്റ പോട്ടെ.
സാധാരണ നമുക്ക് മാംഗോ ഈ പാത്രത്തിലേക്ക് ഇടാം. സ്പൂൺ കറിയില്ല. കുഞ്ഞി സ്പൂൺ ഉണ്ടോ ഫോർക്കിൻ്റെ? ഫോർക്കിൻ്റെ ഇല്ല. മാങ്ങ പീസാക്കി കഴിക്കാം ഗൈസ്. നമുക്ക് വേണ്ട എടുത്തോ. ഇതൊക്കെ തുറക്കണട്ടോ. പാത്രം നന്നായി തുറക്കണേ. പൊടി എന്തൊക്കെ ഉണ്ടോ ഇതിലോ വേറെ അമർന്നിരിക്കും. ടീ ടൈം ഗൈസ്. നാട്ടിൽ നിന്ന് പോകാനേ തോന്നണില്ല. നല്ല ക്ലൈമറ്റ്, മഴയും. ബാംഗ്ലൂരും അതേ നല്ല ക്ലൈമറ്റാണ്, പക്ഷേ അവിടെ പോയാൽ ഇതുപോലെ സുഖജീവിതമല്ലല്ലോ. ഇപ്പം സമയം 6:15 ഗൈസ്. ഒരു 6:45 ആകുമ്പോൾ 7 മണിയാവും മാക്സിമം. അതിൻ്റെ മുമ്പ് ഇറങ്ങണം. മഴ, നല്ല മഴയും. നാട്ടിൽ ഇറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ് തന്നെ ഞാൻ പറയും. അത്രയും കിട്ടില്ല ക്ലൈമറ്റ് ഗൈസ്. മിസ് ചെയ്യും. ഇനിയിപ്പോൾ ഓണത്തിന് വരുമ്പോഴത്തേക്കിനും ക്ലൈമറ്റ് ചേഞ്ച് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ചും കൂടി ഇതാവും. മഴക്കാലം എന്നുള്ളത് മാറി. സോ പറയാൻ പറ്റില്ല ഇനി എന്താ ക്ലൈമറ്റ് ഉണ്ടാകാൻ. എന്തായാലും കുഴപ്പമില്ല. അയ്യോ, എൻ്റെ ടിഷ്യൂ പേപ്പർ പറഞ്ഞേ. ഓ മൈ ഗോഡ്. ടിഷ്യൂ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറന്നു പോയി. അയ്യോ, താഴെ പോയി. ഓക്കെ, പിന്നെ വരക്കാം. ടിഷ്യൂ പേപ്പർ പറഞ്ഞു പോയി. പോയി റെഡി ആവാനുള്ള സമയമായി. പിടിച്ചിരിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയായി. നമുക്ക് കല്ലടയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. 7:45 ബസ് വന്നിട്ടായിരുന്നു. പക്ഷെ അവർ ഒരു അരമണിക്കൂർ, 15 മിനിറ്റ് മുമ്പ് 7:00 എത്താൻ പറഞ്ഞു. നോക്കാം, പെട്ടെന്ന് വിളിച്ച് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ നമുക്ക് എത്താൻ പറ്റില്ല. എന്തായാലും ഞാൻ എല്ലാവരുടെയും യാത്രയൊക്കെ കണ്ടു വരാം. നെക്സ്റ്റ് നമുക്ക് ഗേറ്റ് തുറക്കാം. പോകാനുള്ള സമയമായി. മാമ, ഞാൻ പോവാട്ടോ. മാളോടെ അമ്മമ്മയോ? അമ്മമ്മ, ഞാൻ പോവാ. പോട്ടെ കേട്ടോ. നീക്കണ്ട, കടന്നോളൂ. പോയിട്ട് വരാം. മാള് വരുന്നുണ്ടോ? എന്നാ വാ, ഞാൻ പോവാ. ബൈ. മയിലുണ്ടോ ഇവിടെ? എവിടെ? എടാ ഉണ്ണി, ബായ്. ഇനി എന്നാ 3 കൊല്ലം കഴിഞ്ഞിട്ട് കാണാം. ഓനെന്നാ വരിക? ശരി എന്നാ, ടാറ്റാ. അത് ഓനല്ലല്ലോ, ഞാൻ. ബായ് ബായ്. ഇല്ല, കാല് തട്ടില്ല. ആ, മാമോട് പറഞ്ഞു. പോവാ. ആദ്യം ഉണ്ടായിരുന്ന ആള് പോയി. ആദ്യം ഉണ്ടായിരുന്ന ആള്. ഗൈസ്, ഇവിടെ പാട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ സൗണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ടത്. അങ്ങനെ ഷവർമയും കഴിച്ചു. നമ്മൾ നേരെ മലപ്പുറത്തെത്തി. എനിക്ക് പക്ഷെ അത് ഇഷ്ടമല്ല. അല്ല, അത് കുറച്ച് പണിയോ കയറണ്ടേ. കയറാൻ ബുദ്ധിമുട്ടാ. ഇവിടെ നോക്കാം. അത് ശരി, അങ്ങനെയുണ്ടല്ലേ. പാവട്ടോ. ഇന്ന് പേപ്പറിൽ കണ്ടില്ല ഈ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചത് എങ്ങനെ കണ്ടോ? ഒരേ വണ്ടി ബൈക്ക് നിർത്തിയിട്ടില്ലേ. അപ്പൊ അതില് ഇറച്ചിയിലെ പൂതിന്റെ അത്ര. ആ ഇറച്ചിയിലെ പൂതിക്ക് തിന്നാൻ വേണ്ടി നായ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചാടി ചെയ്യുന്നു. അപ്പൊ ഈ ഓട്ടോറിക്ഷ വരുന്ന കണ്ട സമയത്ത് നായ കൊണ്ട് ഒറ്റ ഓട്ടം വന്നു. അപ്പൊ ചാടിയത് ഓട്ടോറിക്ഷന്റെ മോന്തയ്ക്ക് 2 സ്ത്രീകളുണ്ട്. രക്ഷപ്പെട്ടു, അയാൾ മരണപ്പെട്ടു. അമ്മ പൈസ ആരും കഴിക്കില്ലേ? നല്ല രസമുണ്ടല്ലേ. എന്തൊരു രസമാണെന്ന് അറിയാം. ആൾക്കാർ മുഴുവൻ നോക്കുക. എനിക്കൊരു പേടിയാവുക.
ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോഴേ ഇതിനെ പേടിക്കണേ. ആരെ കൂടെ കൂടെ പോയാലോ? ഞാൻ സീപ്പായില്ലേ? സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്തൂടെ? മൗലന് നാളെ സ്കൂളിലേ എക്സാം ഉണ്ടോ? ഇംഗ്ലീഷ് എന്തോ ഉണ്ട്. എക്സാം എല്ലാം പഠിച്ചു നന്നായി, നല്ല സന്തോഷം. എല്ലാം പിന്നെ പഠിക്കണം. സന്തോഷമായി ഏതായാലും കേട്ടോ. നമ്മള് വന്നാണ് അമ്മയ്ക്ക് ദോശ കൊടുക്കാൻ പോയപ്പോ ഞാൻ ശ്രീകുട്ടി വരില്ലാന്ന് തന്നെ ഞാനും ഞാൻ വല്യമ്മേനോട് പറഞ്ഞു വേണ്ട, അവള് പഠിച്ചോട്ടെ, വെറുതെ വേണ്ട. 7 മണി വരെ ശ്രീകുട്ടിയുടെ അനക്കല്ലേ. ബസ് വന്നാൽ നമുക്ക് വേഗം അമ്മമ്മേന്റെ ബർത്ത്ഡേ അല്ലേ അമ്മമ്മയുടെ ബർത്ത്ഡേ അല്ലേ? സന്തോഷായത്. അപ്പൊ അങ്ങനെ വന്നതാ. വേഗം ഇനിയിപ്പൊ അമ്മമ്മക്ക് പിന്നെ അമ്മമ്മ ചേച്ചിക്ക് കയറി കഴിഞ്ഞാൽ ബർത്ത്ഡേയുടെ തലേദിവസം പോയി. അതെ പ്രാവശ്യം ബർത്ത്ഡേയുടെ അന്ന് പോകുന്നു. എന്റെ തലയ്ക്ക് വെള്ളം നിറച്ച്. യാത്രകൾ എന്നും കുറച്ച് സങ്കടമാണ്. ചളിയാ സീറോ പോയിന്റ് എടുക്കണോ? Three. Hi, say hi. നേരത്തെ മഴപ്പുള്ളിയുണ്ടോ തോന്നുന്നുണ്ടോ? അതേതാ ബസ്? അവളെ ഉൾപ്പെടുത്തണ്ടേ? അത് നമുക്ക് ഇങ്ങനെ പിടിക്കാലേ. എന്താ ചെയ്തേ? ആണ് So fast. Guys, bus came. ബസ് വന്നു ഗൈസ്. ഫോൺ ഞാൻ പിടിക്കാം. കളർഫുൾ ആയിട്ട് അതാ ഇരിക്കണോ? ലെറ്റ്സ് ഗോ. അമ്മ പോവാണ് കേട്ടോ. ടാറ്റ. ആ ശരി പോട്ടെ. ബൈ അച്ഛ. ബൈ ബൈ ബൈ. ഓക്കെ ഹാപ്പി ജേർണി. ടാറ്റ അച്ഛ. ഇതല്ലേ ബസ് കയറി. അപ്പം ദിസ് ഇസ് മൈ സീറ്റ്. പാരൂത്തിട്ടില്ല. നമുക്ക് സീറ്റ് കയറാം.
ഇതെന്താണ് കുറച്ച് ഇങ്ങനെ ഓവറായി, കുറച്ച് കാറ്റ് പോയി, നമുക്ക് കുറച്ച് കാറ്റിടാം. ആക്ച്വലി കുഴപ്പമില്ല. അപ്പോൾ സെറ്റ്. ഞാൻ ബസ് ബുക്ക് ചെയ്തപ്പോൾ വിചാരിച്ചത് ഈ 3UB എന്തായാലും എടുക്കാത്തത്, കാരണം ഇതിന് ഫ്രണ്ടിലെ സീറ്റും ബാക്കിലെ സീറ്റും ഒക്കെ ഫില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഇങ്ങനെ ഒരു ബാരിയർ പോലത്തെ ഒരു സാധനം വേണ്ട. അപ്പോൾ കാല് വയ്ക്കാൻ കുറച്ച് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെന്താ വെച്ചാൽ ഞാൻ തലവേദനിച്ച് ഛർദ്ദിച്ച് പണ്ടാലടങ്ങി ഗൈസ് ബസ്സിൽ. കാരണം എനിക്ക് പൊതുവേ സ്ലീപ്പർ ബസ് അത്ര ഇഷ്ടമല്ല. ഇത് ഞാൻ അന്ന് നല്ലോണം പെട്ടു. എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ടായിരുന്നു. കടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല, ആകെ ഫോണേ യൂസ് ചെയ്യാൻ പറ്റില്ല, അവന് ഭയങ്കര ബോറിങ്ങും അല്ലേ. അങ്ങനെ ഞാൻ ആകെ പെട്ട ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. ഒരു 10-12 hours ജേർണി. ഇവരാണെങ്കിൽ 7:45 പറഞ്ഞ ബസ് 7:30 സമയത്ത് വരികയും ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് ഷവർമ കഴിച്ചിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനത്തെ ഫുഡ് കഴിച്ച് കയറാൻ പാടില്ല എന്നറിയാം, പക്ഷേ ആ സമയത്ത് വേറെ ഫുഡ്, പിന്നെ അമ്മയുടെ ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ തീരെ ബസ്സിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും സമയം. എന്തായാലും പെട്ടു. അതെനിക്ക് അറിയുകയും ചെയ്യായിരുന്നു. ഞാനിപ്പോൾ എത്ര മെഡിസിൻ കഴിച്ചാലും എനിക്കത് ശരിയാവാനും പോകുന്നില്ല. അതങ്ങനെയാണ് പണ്ട് തൊട്ടേ. പിന്നീട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടില്ല, എനിക്ക് കംപ്ലീറ്റ് പ്രോപ്പറായിട്ടൊരു ഉറക്കം ബസ്സിൽ നിന്ന് പൊതുവേ കിട്ടാറില്ല. ഇടയ്ക്ക് കിട്ടും, ട്രെയിനിൽ നിന്ന് നന്നായിട്ട് ഉറങ്ങും. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ബസ് ഭയങ്കര വൃത്തികേടായിട്ടുള്ളൊരു ബസ്സാണ് കേട്ടോ. ഞാൻ ആദ്യം പൊടി കണ്ടിട്ടുണ്ടായിരുന്നു സൈഡിൽ, ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. പിന്നെ വരെ വെൻറ്റിലൊക്കെ ഫുൾ പൊടിയും അങ്ങനെയൊക്കെയാണ്. ഞാൻ പറയട്ടെ ഗൈസ്, ഇതിപ്പോൾ ആര് കണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ്, ഇത്രയും പ്രൈസ് ഒരു പ്രൈവറ്റ് ബസ്സിന് മേടിക്കുമ്പോൾ അത്യാവശ്യം ബസ് ഭയങ്കര ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കാൻ ട്രൈ ചെയ്യണം. യാത്രക്കാർക്ക് അത്ര സേഫ്റ്റി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർക്കായ സമയത്ത് ഒരു 12:30, 1 o'clock അങ്ങനെ ഇവർ ഇതിന് വാഷ്റൂം പോകാൻ വേണ്ടി നിർത്തി. വാഷ്റൂം പോകാൻ വേണ്ടി നിർത്തിയ സ്ഥലം ഭയങ്കര ഹൊറിബിളായിരുന്നു. അത് തീരെ വൃത്തിയുമില്ല. അയ്യോ, പിന്നെ അർജൻറ്റായി പോയി, അതുകൊണ്ട് വാഷ്റൂമിലും പോകേണ്ട ഒരു അവസ്ഥയാണ്. ഒരുവിധം എല്ലാ ബസ്സുകളും അവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി വന്നു. നേരെ ബസ്സിൽ കയറി. അപ്പോഴാണ് എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അമ്മ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആ മാങ്ങ കഴിച്ചു. ബസ്സിൽ നിന്ന് ഞാൻ കഴിച്ചു. ഞാൻ കൈ വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ മാങ്ങ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബസ്സിൽ താഴെ പോയിട്ട് കൈ വാഷ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞു ബസ്സിനകത്തുനിന്ന് ഫുഡ് കഴിക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത്. അതായത് ഭയങ്കര സ്മെല്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുതെന്നായിരിക്കും ഉദ്ദേശിക്കുക, കാരണം AC ആയ കാരണമാവും. പിന്നെ എന്തായാലും രാവിലെ ഞാൻ അറിയണേ കടന്നു നേരെ. അങ്ങനെ നമ്മളെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റീൻ്റെ സൈഡിലൂടെയാണുള്ള ബസ് വരിക. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഉണർന്ന സമയത്ത്, കെങ്കേരി കഴിഞ്ഞ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്താണ്. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് ഗൈസ് ഇത്. അത് പറഞ്ഞപ്പോഴാണ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു വീഡിയോ വരാനുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ രാവിലെ തന്നെ ഞാൻ സാധാരണ ഇറങ്ങുന്നിടത്തല്ല, നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ആ സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ നിന്നാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഞാൻ ക്രൈസ്റ്റിൻ്റെ അവിടെ ഇറങ്ങി നടന്ന് പോയി ഗൈസ്. രാവിലെ തന്നെ നമ്മൾ ബാംഗ്ലൂരെത്തി. നടക്കാം. അപ്പോൾ ഈ ബാക്കി ഞാൻ വ്ളോഗ് ഞാൻ വീട്ടിലെത്തിയിട്ട് എൻഡ് ചെയ്യാം ഗൈസ്.